ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റാഗി വെച്ചൊരു വെറൈറ്റി പുട്ടുണ്ടാക്കിയാലോ. നമ്മൾ മലയാളികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മുടെ പുട്ട്. അതിൽ തന്നെ വെറൈറ്റീസ് ഓഫ് പുട്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഏത് പുട്ട് ഉണ്ടാക്കാൻ എടുത്താലും അതിന് ബേസ് ആയിട്ട് വരുന്ന എന്തായിരിക്കും? ഒന്നെങ്കിൽ ഗോതമ്പ് പൊടി, അല്ലെങ്കിൽ റാഗിപ്പൊടി, അല്ലെങ്കിൽ അരിപ്പൊടി, അങ്ങനെ ഏതെങ്കിലും പൊടിയായിരിക്കും. എന്നാൽ റാഗി സ്റ്റിക്ക് വെച്ച് നമുക്കിത് പുട്ടുണ്ടാക്കി നോക്കിയാലോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഈ റാഗി സ്റ്റിക്ക് ഇരിക്കുന്നുണ്ടത്. പുട്ടുണ്ടാക്കാം, ഇടിയപ്പം ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, എന്തിന് പായസം വരെ ഉണ്ടാക്കാം. ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൽഡ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ റാഗി സ്റ്റിക്കാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത്. അവിടെ വേറൊരു ബ്രാൻഡിൻ്റെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 450 ഗ്രാം പാക്കറ്റിന് 75 രൂപയാണ് ആയത്. കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെന്താ സേമിയയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്ത് നോക്കിയപ്പോഴാണ് റാഗി സ്റ്റിക്ക് എന്നും പറഞ്ഞ് കണ്ടത്. അന്നേരം നോക്കിയപ്പോൾ എന്തോ പായസം മാത്രമല്ല, ഉപ്പുമാവോ പുട്ടോ ഇടിയപ്പോ എന്താണെങ്കിലും ഉണ്ടാക്കാൻ. എന്നാ വിചാരിച്ച് മേടിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. നമ്മൾ പായസം വെക്കാനായിട്ട് വറുത്ത സേമിയൊക്കെ കവറിൽ മേടിക്കില്ല, അതേ കണക്കിരിക്കും. പിന്നെ റാഗിയുടെ ആയതുകൊണ്ട് കളർ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നൂല് പോലെ ഇരിക്കുമായിരുന്നു. ആദ്യമായിട്ട് പുട്ടുണ്ടാക്കാൻ എടുക്കുന്നതുകൊണ്ട് ഇത് എത്ര എടുക്കണം, എത്ര എടുത്തു കഴിഞ്ഞാൽ ഇത്ര പേർക്ക് കഴിക്കാൻ പറ്റും, അളവൊന്നും അറിയത്തില്ല. അത് പിന്നെ ഞാൻ എൻ്റെ ഒരളവിലങ്ങ് എടുത്ത് പകുതിയോളം എടുത്ത് കേട്ടോ, ബാക്കി പകുതി ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറഞ്ഞേക്കുന്ന കൂട്ടി ഇത് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് നമ്മൾ കഴുകി വാരി എടുക്കണം. വെള്ളത്തിലിട്ട് ഒത്തിരി അങ്ങോട്ട് ഒലക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴേ ഇതിൻ്റെ കളർ ഇങ്ങനെ നമ്മളെ കഞ്ഞിവെള്ളം പോലെ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ മാറി വരും. അന്നേരം ജസ്റ്റ് ഒന്ന് ഒലച്ച് വാരി എടുത്താൽ മതി, അല്ലാതെ നമ്മൾ തിരുമ്മി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതൊരു ചോർപ്പിനകത്തോട്ട് വെള്ളം തോരാനായിട്ട് വാരി വെക്കാം. അന്നേരം ഒരു പശപശപ്പ് പോലൊക്കെ തോന്നും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒന്ന് വിതറി ഒന്ന് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ തോർന്ന് കിട്ടും. റാഗിയുടെ അല്ലാത്ത പുട്ടൊക്കെ കഴിച്ച് ബോറടിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാ. റാഗി ആയതുകൊണ്ട് നല്ല ഗുണമുള്ള സാധനമാണല്ലോ, വേണ്ടെന്ന് വെക്കണ്ട. അങ്ങനെ വെള്ളം എല്ലാം അങ്ങോട്ട് വാർന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുക്കാം. അങ്ങനെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയൊന്നും കിട്ടണ്ട കേട്ടോ, ആ വെള്ളമായി ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് അങ്ങ് കുഴച്ച് മറിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ തേങ്ങ ഇട്ട് പുരട്ടാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് പുഴുങ്ങാനായിട്ട് വാരി വെക്കത്തില്ല, അന്നേരം തേങ്ങ ചേർത്താൽ മതി. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാധാ പുട്ട് പുഴുങ്ങുന്ന പോലെ പുഴുങ്ങി അങ്ങ് എടുക്കാം. ഞാനിവിടെ ചിരട്ടപ്പുട്ട് കുറ്റിയില്ലേ, അപ്പം അതാണ് എടുത്തിരിക്കുന്നത്. അന്നേരം അതിലോട്ട് ആദ്യം കുറച്ച് തേങ്ങ വാരി വെച്ച്, പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി സ്റ്റിക്കില്ലേ അത് വാരി നിറച്ച്, എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ കുറച്ച് തേങ്ങ വിതറി കൊടുത്ത്. ഞാൻ സ്റ്റൗവിൽ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതേ ആവി വന്നിട്ടുണ്ട്, നമുക്കിനി പുഴുങ്ങിയെടുക്കാം. ഇത് നോർമലി പുട്ടുണ്ടാക്കുന്ന കണക്ക് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഇച്ചിരി ഒരു താമസം വരുന്നതെന്ന് പറയാം. ആ വെള്ളം തോരാനുള്ള ആ സമയമില്ലേ, അതേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാ. വേണ്ട, നമ്മുടെ പുട്ട് റെഡിയായി. റാഗി വെച്ച് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അത് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അങ്ങനെ നമ്മൾ പിന്നെ ഓരോരോ കുറ്റിപ്പുട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ നമ്മളെടുത്ത ആ റാഗി സ്റ്റിക്കിൻ്റെ അളവിൽ മൊത്തം 4 പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റി. പക്ഷെ 4 പുട്ടെന്ന് വെച്ചാൽ 4 ചിരട്ടക്കുറ്റിക്കകത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന പുട്ട്. നമ്മുടെ നീളം പുട്ടുകുറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തികയത്തില്ല കേട്ടോ. ഇത് ചിരട്ടക്കുറ്റി ആയതുകൊണ്ടാണ് 4 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ റാഗി സ്റ്റിക്ക് വെച്ചുണ്ടാക്കിയ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിന് കേട്ടോ. പിന്നെ ചൂടോടെ തന്നെ കഴിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയായിരിക്കും ഇത് കഴിക്കാൻ. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് ഇടിയപ്പം തന്നെ. പിന്നെ നമ്മൾ പുട്ടുകുറ്റിക്കകത്ത് വെച്ച് പുഴുങ്ങിയത് കൊണ്ട് പുട്ടെന്ന് വിളിക്കുക, അത്രേ ഉള്ളൂ. അന്നേരം ഈ ഇടിയപ്പത്തിന് മാവൊക്കെ കുഴച്ച് അതിൻ്റെ പ്രസ്സിനകത്ത് വെച്ച് ഞെക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഈ സ്റ്റിക്ക് മേടിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല സൂപ്പർ ഇടിയപ്പമായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റാഗി സ്റ്റിക്ക് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റാ.